മലബാറിലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. ഈ മണ്ഡലങ്ങളൊന്നും കൃത്യമായിട്ട് ഒരു ജില്ലയോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് മണ്ഡലത്തിന്റെ ഒരു എണ്ണക്രമം അനുസരിച്ചല്ല, നമ്മൾ റാൻഡം ആയിട്ടാണ് മണ്ഡലങ്ങൾ ഓരോന്ന് പരിശോധിക്കുന്നത്. മലബാറിലെ തന്നെ വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മണ്ഡലം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനാണ് MLA. IC ബാലകൃഷ്ണന്റെ സ്കോർ സ്ക്രീനിൽ വരുന്നു. 55.61. സുൽത്താൻ ബത്തേരി പക്ഷേ ഒരു UDF കോട്ടയാണ്. UDF കോട്ടയാണ്. 3 പ്രാവശ്യമായിട്ട് IC ബാലകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന MLA അത്രേ ഉള്ളൂ. ഗുഡ് സ്കോർ അല്ല സുൽത്താൻ ബത്തേരി സ്കോർ പോരാ. പക്ഷേ അഖിലെ, ഈ IC ബാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്കോർ കുറയാൻ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫീൽഡ് സർവേ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് MLA റേറ്റ് ചെയ്യുമ്പോൾ MLAയുടെ പെർഫോമൻസ് ആണല്ലോ. അതിൽ പൊളിറ്റിക്കലി ആളുകൾ ചിന്തിക്കില്ല MLA എങ്ങനെയാണെന്ന രീതിയിലാണ് വിലയിരുത്തുക. അദ്ദേഹത്തിന്റെ സമീപകാല വിവാദങ്ങളൊക്കെ നമ്മുടെ സർവേ എക്സ്പെർട്ടുകൾ കേട്ടിട്ടുണ്ട് ശേഖരിച്ചപ്പോൾ. അപ്പം ഇത് മാറ്റണം, അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറയുന്ന കോൺഗ്രസിനുള്ളിൽ ആളുകൾ പോലും ഉണ്ട്. അപ്പോഴാണ് കോൺഗ്രസ് അത് ആലോചിച്ചിരുന്നു. അപ്പൊ കുറച്ച് ടെൻഷൻ ആയില്ലേ? സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ സ്കോർ 55.6 മാത്രമാണ്. IC ബാലകൃഷ്ണൻ അവിടെ തന്നെ വീണ്ടും മത്സരിക്കോ ഇല്ലയോ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോ എന്നാണ്. അട്ടിമറി നടക്കുമോ? സ്ക്രീനിൽ വരട്ടെ. അട്ടിമറി നടക്കുമോ? ഇല്ല. 43 പോയിന്റ് UDF ആണ് മുന്നിൽ. 43.84. 33% ഉള്ളൂ LDF-ന് അവിടെ ഇപ്പോൾ പിന്തുണ എന്നാണ് പറയുന്നത്. 10% ലീഡാണ് ഇപ്പോൾ IC ബാലകൃഷ്ണന്, അതല്ല UDF-ന് ആ മണ്ഡലത്തിലുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ UDF കംഫർട്ടബിൾ ആണ്. IC ബാലകൃഷ്ണന്റെ ലീഡ് എത്രയായാലും UDF കംഫർട്ടബിൾ ആണ്. നമുക്കിപ്പോ കൽപ്പറ്റയും മാനന്തവാടിയൊക്കെ നോക്കാമെങ്കിൽ ആ മണ്ഡലം LDF ജയിച്ചിട്ടുണ്ട്. ഡിലിമിറ്റേഷൻ ശേഷം സുൽത്താൻ ബത്തേരി LDF ജയിച്ചിട്ടില്ല. അവിടെ ഷുവർ സീറ്റ് പോലെയാണ് മലബാറിലെ സുൽത്താൻ ബത്തേരി. അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ 60,000-70,000 വോട്ട് പാർലമെന്റിലേക്ക് ലീഡ് കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി സംബന്ധിച്ച് പറയുമ്പോൾ. സുൽത്താൻ ബത്തേരിയുടെ പേര് ഇനി ഗണപതി വട്ടം എന്ന് മാറ്റിയാലും കോൺഗ്രസിന്റെ കുലുക്കാൻ സാധ്യതയില്ല. അവിടെ BJP-യുടെ വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ട്. ഒരു ഒപ്പീനിയൻ പോളിൽ 12% വോട്ടൊക്കെ ഒരു BJP-ക്ക് ഒരു മണ്ഡലത്തിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത് BJP-യുടെ ഒരു വോട്ടിന്റെ വർധനമാണ് സുൽത്താൻ ബത്തേരിയിൽ കാണിക്കുന്നത്. എന്തായാലും കംഫർട്ടബിൾ ആണ്. സുൽത്താൻ ബത്തേരിയുടെ കണക്ക് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു.